റംബൂട്ടാൻ പഴത്തിന് കേരളത്തിൽ ആവശ്യക്കാരേറുന്നു. വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ റംബൂട്ടാൻ ഫലങ്ങൾ സുലഭമാണ്. പഴങ്ങളുടെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം എന്നും വിശേഷതകളുള്ള റംബൂട്ടാൻ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ്. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഇന്ത്യ എന്നിവിടങ്ങളിലും തെക്കുകിഴക്കേ ഏഷ്യയിലും മറ്റും കണ്ടുവരുന്ന ഒരു പഴവർഗ്ഗമാണ് റംബൂട്ടാൻ. ലിച്ചി, ലോങ്ങൻ എന്നിവയോട് സാദൃശ്യമുള്ളതാണ് ഈ ഫലം. മലായ് ജന്മദേശമായ ഈ ഫലത്തിന് രോമനിബിഡം എന്നർത്ഥം വരുന്ന റംബു എന്ന മലായ് വാക്കിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. റംബൂട്ടാന്റെ പുറംതോടിൽ സമൃദ്ധമായ നാരുകൾ കാണപ്പെടുന്നത് കാണാം. കേരളത്തിൽ ഇത് നന്നായി വളരുകയും കായ്ഫലം തരുകയും ചെയ്യുന്നുണ്ട്. ഏറെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ് റംബൂട്ടാൻ പഴം. ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. 100 ഗ്രാം റംബൂട്ടാനിൽ 40 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി, ജലദോഷം എന്നിവ വരാതെ തടയാം. ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. കോപ്പർ അടങ്ങിയ പഴമാണ് റംബൂട്ടാൻ. എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അനീമിയയും മുടികൊഴിച്ചിലും തടയാനും നല്ലതാണ്. റംബൂട്ടാൻ പഴം പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. എന്നാലും ജ്യൂസായോ സലാഡിൽ ഉൾപ്പെടുത്തിയോ ഇത് കഴിക്കാം. കേരളത്തിൽ നിരവധി പേർ റംബൂട്ടാൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് സാധാരണ റംബൂട്ടാൻ പൂവിടുന്നത്. പൂവിടുന്ന സമയങ്ങളിൽ വളപ്രയോഗവും ജലസേചനവും ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെ പുഷ്പിക്കുന്ന സസ്യങ്ങൾ പരാഗണം വഴി കായായി മാറുകയും മെയ് ജൂലൈ മാസത്തോടെ വിളവെടുപ്പിന് പാകമാകുകയും ചെയ്യുന്നു. കാണാൻ ഭംഗിക്കുറവാണെങ്കിലും സ്വാദിൽ ഏറെ മുന്നിലാണ് പഴങ്ങളുടെ ഈ രാജകുമാരി. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ഇപ്പൊ ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.